कैसे हो സ്നേഹാമസാണ് ഹിന്ദിയാണ് എടുക്കുന്നത്. വരൂ നമുക്ക് കുറച്ച് ഹിന്ദി പഠിക്കാം അല്ലേ. അപ്പോൾ ഇന്ന് മിസ് വന്നിട്ടുള്ളത് ഹിന്ദിയിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമായിട്ടാണ് അല്ലേ. എന്താണത്? ഹിന്ദിയിൽ എണ്ണാൻ അറിയോ മക്കൾക്ക്? മലയാളത്തിലും ഇംഗ്ലീഷിലൊക്കെ നിങ്ങൾ അടിപൊളിയായിട്ട് എണ്ണുന്ന ആൾക്കാരാണെന്ന് എനിക്കറിയാം. പക്ഷേ ഹിന്ദിയിൽ എണ്ണാൻ പഠിക്കുക, എണ്ണുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിട്ട് തോന്നിയിട്ടുണ്ടാവും അല്ലേ പലർക്കും. സാരമില്ല, നമ്മൾ ഇന്നത്തെ ഈ ഒരു കോണ്ടന്റോട് കൂടി ഇതൊക്കെ സെറ്റാക്കാൻ പോവാണ്. വെറുതെ 1 2 3 4 അങ്ങനെ എണ്ണലല്ല. എന്താ ഉദ്ദേശിക്കുന്നത്? ഉച്ചാരണങ്ങൾ ക്ലിയർ ആക്കിയിട്ട് എഴുതി പഠിക്കാൻ കണക്കെ ഉള്ള പഠിത്തമാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനെ അങ്ങ് പഠിച്ചു പോവാം അല്ലേ, നല്ല ഡീപ്പായിട്ട് പഠിച്ചു പോവാം അല്ലേ. അപ്പോൾ നോക്കിക്കേ, 1 2 3 എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു 20 വരെയെങ്കിലും മക്കൾ എന്ത് പഠിക്കണം? എണ്ണാൻ വേണ്ടി പഠിക്കണം ഹിന്ദിയിൽ കേട്ടോ. അപ്പോൾ നോക്കിക്കോളാം, ആദ്യത്തെ ആൾ ആരാണ്? ഏക് എന്ന് പറയുന്നതാണ്. മിസ് പറയുമ്പോൾ നിങ്ങൾ ഉച്ചാരണങ്ങൾ വളരെ ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. അപ്പോൾ എ എന്ന് പറയുന്ന ശബ്ദവും ക എന്ന് പറയുന്ന ശബ്ദവും കൂടി ഒരുമിച്ച് ചേർന്നിട്ട് നമ്മൾ എന്താ പറയുന്നത്? ഏക് എന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ 1 നമ്മൾ എന്ത് പറയുന്നു? ഏക് എന്നാണ് പറയുന്നത്. സെറ്റാണ് മിസ്, ഇതൊക്കെ ഞങ്ങൾക്ക് അറിയാമെന്ന് എനിക്കറിയാം. നോക്കിക്കേ, അടുത്തത് ദോ ആണ്. 2 നമ്മൾ ദോ എന്നാണ് പറയുന്നത്. എന്താണ്? ദോ എന്നാണ്. മിസ് മലയാളത്തിലും എഴുതാം കേട്ടോ, മക്കൾക്ക് എളുപ്പത്തിൽ ഉച്ചരിക്കാൻ വേണ്ടി മലയാളത്തിലും എഴുതിയേക്കാം കേട്ടോ. ദോ എന്നാണ് പറയുന്നത് അല്ലേ. ദ എന്ന് പറയുന്ന ശബ്ദത്തിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്തു? ഓ എന്നുള്ള ചിഹ്നം നമ്മൾ പ്രയോഗിച്ചു അല്ലേ. ഓ എന്ന് പറയുന്ന ചിഹ്നമാണ് അല്ലേ ഇത്. ഇനി ഇത് വായിച്ച് നിങ്ങൾ പാ ഇട്ടിട്ട് ഈ ഒരു ചിഹ്നം ഇട്ടാൽ എന്താ വായിക്കുക? പോ എന്നാണ് അല്ലേ. അപ്പോൾ ഓ എന്നുള്ള ചിഹ്നമാണ് എന്ത്? നമ്മുടെ ഈ ഒരു ചിഹ്നം എന്നുള്ളത് മക്കൾ ആലോചിക്കണം. അപ്പോൾ 2 എന്താ നമ്മൾ പറയുന്നത്? ദോ എന്നാണ്. ഏക് ദോ. യെസ്, സെറ്റാണ്. അടുത്തത് നോക്കിക്കേ, അടുത്തത് 3 നമ്മൾ തീൻ എന്നാണ് പറയുന്നത്. എന്താ പറയുന്നത്? തീൻ എന്നാണ് മലയാളത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മക്കൾ വായിച്ച് പഠിക്കണം മാത്രമല്ല എഴുതിയും പഠിക്കണം കേട്ടോ. തീൻ എന്നാണ്. ത എന്ന് പറയുന്ന ശബ്ദത്തിൻ്റെ കൂടെ നമ്മൾ ഈ എന്നുള്ള ഈ ചിഹ്നം ചേർക്കുന്നു, പിന്നെ ഞ എന്ന് ഇട്ട് കൊടുക്കുന്നു അല്ലേ. അതുകൊണ്ട് നമ്മൾ ഇത് എന്ത് വായിക്കുന്നു? തീൻ എന്ന് പറയുന്നു. തീൻ എന്ന് വെച്ചാൽ 3 എന്നാണ് അർത്ഥം. ഏക്ക് പഠിച്ചു, ദോ പഠിച്ചു, തീൻ പഠിച്ചു അല്ലേ. ഇനി 4 നമ്മൾ ഹിന്ദിയിൽ ചാർ എന്നാണ് പറയുന്നത്. നോക്കിക്കേ, എന്താണ്? ചാർ എന്നാണ് പറയുന്നത്. ചായയുടെ കൂടെ ആ എന്നുള്ള ഉച്ചാരണം വരുന്ന ചിഹ്നമാണ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് രാ ഇട്ട് കൊടുത്തു. ഹിന്ദിയിൽ അവസാനത്തെ ശബ്ദങ്ങൾ നമ്മൾ പകുതി മാത്രമേ ഉച്ചരിക്കുകയുള്ളൂ കേട്ടോ. ഇത് ചാര എന്നാണോ വായിക്കുക? അല്ല, ചാർ എന്നാണ് അല്ലേ. രാ എന്നുള്ളതിൻ്റെ പകുതി ഉച്ചാരണം മാത്രമേ നമ്മൾ പറയുള്ളൂ. ചാർ അല്ലേ, ചാർ. ഓക്കെ, 1 2 3 4 4 ആയി അല്ലേ. അടുത്തത് പാഞ്ചാണ്. ഇയാൾ കുറച്ച് ബുദ്ധിമുട്ടുള്ള ആളാണ് അല്ലേ, എഴുതാനും പറയാനും അല്ലേ. നോക്കിക്കേ, പാഞ്ച് എന്നാണ്. പാ എന്ന് പറയുന്ന അക്ഷരത്തിൻ്റെ കൂടെ നമ്മൾ ആം എന്നുള്ള ആ ഒരു ചിഹ്നം ഇട്ട് കൊടുക്കുകയാണ് അല്ലേ. ആം എന്നുള്ള ചിഹ്നമാണ് എന്ത്? ഇതല്ലേ. ഒരു വരയിട്ടു, ഒരു ചന്ദ്രക്കല ഇട്ടു, ഒരു കുത്തിട്ടു. അപ്പം എന്ത് നമ്മൾ വായിക്കും? ആം എന്നുള്ള സൗണ്ടാണ്. ഇതെന്താണ്? പാഞ്ച് എന്നാണ് അല്ലേ. എന്താ വായിക്കുന്നത്? പാഞ്ച് എന്നാണ്. ഓക്കെ, സെറ്റ്. അടുത്തത് 6 നമ്മൾ ഹിന്ദിയിൽ ചഹ് എന്നാണ് എഴുതുന്നത്. പക്ഷെ നമ്മൾ ഹ എന്ന് പറയുന്ന ആ ഒരു ഉച്ചാരണം ഉച്ചരിക്കത്തില്ല. ച എന്ന് മാത്രമേ പറയുള്ളൂ കേട്ടോ. അപ്പോൾ മക്കൾ ഉച്ചരിക്കുമ്പോൾ എന്താണ്? ച എന്ന് മാത്രമേ പറയത്തുള്ളൂ. പക്ഷെ എന്താണ്? എഴുതുമ്പോൾ ച ഹ് എന്ന് നമ്മൾ എഴുതും അല്ലേ. നോക്കിക്കേ, അപ്പം 1 2 3 4 5 ച ആയി. ഓക്കെ, അടുത്ത നോക്കിക്കേ, 7 നമ്മൾ സാത്ത് എന്നാണ് പറയുന്നത്. എന്താണ് പറയുന്നത്? സാത്ത് എന്നാണ് പറയുന്നത്. സായുടെ കൂടെ ആ എന്ന് പറയുന്ന ആ ചിഹ്നം ഇട്ട് കൊടുക്കുന്നു, പിന്നെ ത എഴുതുന്നു. സാത്ത്. സാത്ത് എന്ന് വെച്ചാൽ എന്താണ്? 7 അല്ലേ. ഓക്കെ, 8 നമ്മൾ 8 എന്ന് പറയുന്നു. വളരെ എളുപ്പത്തിൽ ആലോചിക്കാം അല്ലേ. 8 8 8 8 അല്ലേ. ആ ഇട്ടു, പിന്നെന്താണ്? ഠ ഇട്ട് കൊടുത്തു അല്ലേ. ആട്ട്. ആട്ട് എന്ന് വെച്ചാൽ എന്താണ്? 8 അല്ലേ. അടുത്ത ആളാരാണ്? 9 അല്ലേ. 9 നമ്മൾ നൗ എന്നാണ് പറയുന്നത്. ന ഇട്ടിട്ട് അതിൻ്റെ കൂടെ എന്തിട്ട് കൊടുത്തു? ഔ എന്ന് പറയുന്ന ചിഹ്നം ഇട്ട് കൊടുക്കുകയാണ്. അതിന് നമ്മൾ എന്ത് പറയും? നൗ എന്ന് പറയുന്നു അല്ലേ. എന്താണ്? നൗ എന്ന് പറയുന്നു. ഓക്കെ, അവസാനത്തെ ആളാരാണ്? 10 ആണ്. 10 10 നമ്മൾ എന്ത് പറയുന്നു? 10 എന്ന് പറയുന്നു. എന്ത് പറയുന്നു? 10. ഓക്കെ, ഒന്നുകൂടി പറയാണ്. 1 2 3 4 5 6 7 8 9 10. ഓക്കെ, 10 വരെ സെറ്റാണ്. ഇത് വരെ പലരും പഠിച്ചിട്ടുണ്ടാവും. ഇത് കഴിഞ്ഞിട്ടുള്ള ആൾക്കാരാണ് കുറച്ച് ബുദ്ധിമുട്ട് തോന്നുക അല്ലേ.
പഠിക്കാം, അതും കൂടി നമുക്ക് പഠിച്ച് സെറ്റാക്കാം. നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ അടുത്ത ആള് 11 അല്ലേ. 11 നമ്മൾ 11 എന്നാണ് പറയുന്നത്. ഇത് എഴുതുന്നത് മക്കൾ ഒന്ന് ശ്രദ്ധിച്ചു കാണണേ. ഗ എന്ന് പറയുന്ന അക്ഷരവും യാ എന്ന് പറയുന്ന അക്ഷരവും കൂട്ടി യോജിപ്പിച്ചിട്ട് നമ്മൾ എന്താക്കിയേക്കാണ്, ഗ്യ എന്ന് പറയുന്ന അക്ഷരമാക്കിയിട്ടുള്ളതാണ്. അപ്പൊ ഇതെന്താ വായിക്കുന്നത്, ഗ്യാര എന്നാണ് വായിക്കുന്നത്. എന്താ വായിക്കുന്നത്, ഗ്യാര. ഗ്യാര എന്ന് വെച്ചാൽ എന്താണ്, 11 എന്നുള്ള അർത്ഥമാണ്. അടുത്ത ആളാരാണ്, 12 നമ്മൾ ബാരഹ് എന്നാണ് പറയുന്നത്. എന്താ പറയുന്നത്, ബാരഹ് എന്നാണ് പറയുന്നത്. ബായുടെ കൂടെ ആ എന്നുള്ള ചിഹ്നം ഇടുന്നു, ര ഇട്ട് കൊടുക്കുന്നു, ഹ ഇട്ട് കൊടുക്കുന്നു, ബാ ര ഹ് അല്ലെ. ബാരഹ് എന്ന് വെച്ചാൽ എന്താണ്, 12 ആണ്. ഗ്യാര ബാര. ഓക്കെ, അടുത്ത ആള് 13 അല്ലെ. 13 നമ്മൾ തേരഹ് എന്നാണ് പറയുന്നത്. മിസ് മലയാളത്തിൽ എഴുതാവേ, നോക്കിക്കേ, തേരഹ് എന്നാണ് പറയുന്നത്. തായിട്ടു അതിൻ്റെ കൂടെ എ എന്ന് പറയുന്ന ചിഹ്നം ഇടുവാണ് അല്ലേ. എന്താണ്, എ എന്നുള്ള ആ ഉച്ചാരണമുള്ള ചിഹ്നം ഇട്ട് കൊടുക്കാണ്. തേരഹ് എന്നാണ് വായിക്കുന്നത്. 13 തേരഹ് എന്നാണ് പറയുന്നത്. ഓക്കെ, 14 എന്താ പറയുന്നത്, ചൗദഹ് എന്നാണ് പറയുന്നത്. എന്താണ്, ചൗദഹ് എന്നാണ് പറയുന്നത്. ചാ ഇട്ടു, പിന്നെ നമ്മൾ പറഞ്ഞു നേരത്തെ നമ്മൾ നൗ പഠിച്ചപ്പോൾ പഠിച്ച ആളാരാണ്, ഔ എന്നുള്ള ചിഹ്നം അല്ലേ. ഔ എന്നുള്ള ചിഹ്നം ഇട്ട് കൊടുത്ത് ഇതെന്ത് വായിക്കും, ചായയുടെ കൂടെ ഔ എന്നുള്ള ചിഹ്നം ഇട്ട് കൊടുക്കുമ്പോൾ ചൗ എന്ന് വായിക്കുന്നു. ഇതെന്താണ്, ദായാണ്, ഇത് ഹായാണ്. ചൗദഹ്. ചൗദഹ് എന്ന് വെച്ചാൽ എന്താണ്, 14 എന്നുള്ള മീനിങ് ആണ് അല്ലേ. ഓക്കെ, നമ്മൾ 14 വരെ പഠിച്ചേ. ഇനി അടുത്ത ആള് എന്ന് പറയുന്നത് 15 ആണ്. 15 നമ്മൾ 15 എന്നാണല്ലേ പറയുന്നത്. എന്താണ്, 15 നമ്മൾ 15 എന്നാണ് പറയുന്നത്. മക്കൾ ഇതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. പാ ഇട്ടു, ഇതെന്താ വായിക്കുന്നേ, ദ്ര എന്നാണ്. എന്താണ്, 15 എന്നാണ് ഇത് വായിക്കുന്നത്. ദ്ര എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ നാ പ്ലസ് ദാ പ്ലസ് എടുത്തു. എന്നിട്ട് അതിൻ്റെ അടിയിൽ അല്ലേ, ദായുടെ അടിയിൽ നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കുകയാണ്, ഒരു വര ഇട്ട് കൊടുത്താൽ അത് ദ്ര എന്നാണ് വായിക്കുന്നത് അല്ലേ. അപ്പൊ 15 എന്നുള്ള സൗണ്ട് ആയല്ലേ. 15 അല്ലേ. 15 നമ്മൾ എന്താ പറയുന്നത്, 15 എന്നാണ് പറയുന്നത്. ഓക്കെ സെറ്റ്, മനസ്സിലായിട്ടുണ്ട്. ഇനി അടുത്ത ആള് 16 ആണ്. 16 നമ്മൾ സോലഹ് എന്നാണ് പറയുന്നത്. സാ ഇട്ട് കൊടുത്തു, എന്നിട്ട് എന്ത് ചെയ്തു, ഓ എന്ന് പറയുന്നത് നമ്മുടെ ചിഹ്നം ഇട്ട് കൊടുത്തു, ലാ ഇട്ട് കൊടുത്തു, ഹാ ഇട്ട് കൊടുത്തു അല്ലേ. സോലഹ് എന്താ വായിക്കുന്നത്, സോലഹ് എന്നാണ് അല്ലേ. ഓക്കെ, പഠിച്ചിട്ടുണ്ട്. 15 എന്ന് വെച്ചാൽ 15 ആണ്. സോലഹ് എന്ന് വെച്ചാൽ 16 ആണ്. അടുത്തത് 17 നമ്മൾ സത്രഹ് എന്നാണ് പറയുന്നത്. നോക്കിക്കേ, സാ ഇട്ട് കൊടുത്തു, അത് കഴിഞ്ഞിട്ട് ത്ര എന്നുള്ള ചിഹ്നമാണ് അല്ലേ. ഇത് എന്താണ്, ത്ര എന്ന് പറയുന്ന ചിഹ്നമാണ് ഇത്. ഓക്കെ, സത്രഹ് എന്താ വായിക്കുന്നത്, സത്ര എന്നാണ്. സത്ര എന്ന് വെച്ചാൽ 17 ആണ്, 17 ആണ് അല്ലേ. 17 നമ്മൾ സത്ര എന്ന് പറയുന്നു. അടുത്ത ആള് 18 ആണ്. എന്താ വായിക്കുന്നത്, 18 അല്ലേ. 18 മിസ് ഇതും കൂടി എഴുതിയേക്കാട്ടോ. സത്ര എന്നാണ് ഇത് വായിക്കുന്നത്. 18 എന്നാണ് ഇത് വായിക്കുന്നത്. ആയിട്ട് കൊടുത്തു, ടാ ഇട്ട് കൊടുത്തു, ആ എന്ന് പറയുന്ന നമ്മുടെ ചിഹ്നം ഇട്ട് കൊടുത്തു, ര ഹ അല്ലേ. 18. 18 നമ്മൾ എന്ത് പറയുന്നു, 18 എന്ന് പറയുന്നു. 17 സത്ര എന്നാണ് പറയുന്നത്, 18 18 എന്നാണ് പറയുന്നത്. ഓക്കെ സെറ്റ്, മനസ്സിലായിട്ടുണ്ട്. അടുത്തത് 2 ആൾക്കാരും കൂടി ഉള്ളൂ. ഇവരും കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ 20 വരെ എണ്ണാൻ പഠിച്ചല്ലേ. നോക്കിക്കേ, 19 നമ്മൾ ഉന്നീസ് എന്നാണ് പറയുന്നത് അല്ലേ. ഇത് ഊ എന്നാണ് വായിക്കുന്നത്. നാ പ്ലസ് നായാണ് എന്ത്, ന എന്ന് പറയുന്നത് അല്ലേ. ഉന്നീസ് അല്ലേ. എന്താ വായിക്കുന്നത്, ഉന്നീസ് എന്നാണ്. ഉന്നീസ് എന്ന് വെച്ചാൽ എന്താണ്, 19 എന്നുള്ള അർത്ഥമാണ് അല്ലേ. ഓക്കെ, 20 നമ്മൾ ബീസ് എന്നാണ് പറയുന്നത്. എന്താണ്, ബീസ് എന്നാണ് പറയുന്നത്. ബാ ഇട്ട് കൊടുത്തു, ഈ എന്ന് പറയുന്നത് നമ്മുടെ ചിഹ്നം ഇട്ട് കൊടുത്തു, സ ഇട്ട് കൊടുത്തു, ബീസ് എന്നാണ് വായിക്കുന്നത് അല്ലേ. എന്താണ്, ബീസ് എന്നാണ്. ഓക്കെ, 20 വരെ ഏകദേശം മക്കൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഈ കാര്യങ്ങളൊക്കെ മക്കൾ എന്ത് ചെയ്യണം, എഴുതി പഠിക്കുക തന്നെ ചെയ്യണം. ഉച്ചാരണങ്ങൾ ക്ലിയർ ആക്കുക വേണം അല്ലേ. അപ്പൊ ഒന്നുകൂടി പറയാൻ നോക്കിക്കേ, 1 2 3 4 5 6 7 8 9 10
11-ന് നമ്മൾ 11 എന്ന് പറയുന്നു, 12-ന് നമ്മൾ 12 എന്ന് പറയുന്നു, 13-ന് നമ്മൾ എന്ത് പറയുന്നു? 13 എന്ന് പറയുന്നു, 14-ന് 14 എന്ന് പറയുന്നു, പിന്നെ നമ്മൾ 16-ന് എന്ത് പറയുന്നു? 16 എന്ന് പറയുന്നു, 17-ന് നമ്മൾ എന്ത് പറയുന്നു? 17 എന്ന് പറയുന്നു, 18 എന്ന് വെച്ചാൽ 18 എന്നാണ് അർത്ഥം, 19-ന് നമ്മൾ 19 എന്ന് പറയുന്നു, ലാസ്റ്റ് അവസാനം 20-ന് നമ്മൾ എന്ത് പറയുന്നു? 20 എന്ന് പറയുന്നു അല്ലേ? ഓക്കെ, മക്കൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. ഇതേപോലെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളായിട്ട് മിസ് ഇനിയും വരുന്നതായിരിക്കും. ബൈ.